കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചിക്കൻ മന്തി തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ വേഗം വരിട്ടോ, നമുക്ക് വേഗം തന്നെ ചിക്കൻ മന്തി തയ്യാറാക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവാള, ഒരു തക്കാളി, പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, ആ പാക്കറ്റിൽ 2 ഉണ്ടാവുക. അപ്പോൾ അതിലെ ഒരു കട്ട ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും, ഏകദേശം ഒരു കപ്പോളം വരും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത മല്ലിയിലയും പുതിനയിലയും. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മന്തിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് കാശ്മീരി ചില്ലി, ബേ ലീഫ്, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക്, മല്ലി, പിന്നെ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മന്തി മസാല കുറച്ചധികം എടുത്ത് തയ്യാറാക്കിയിട്ട് ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ ഇട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കേണ്ടതായിട്ട് വരില്ല. അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, നല്ലൊരു ഇതാണ്. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഈ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം മന്തിക്ക് വേണ്ടിയിട്ടുള്ള അത്ര ക്വാണ്ടിറ്റിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി വറുത്ത് വെച്ച ഓൾ സ്പൈസസ് എല്ലാം കൂടി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉപ്പൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാഗി ക്യൂബിൻ്റെ ഒരു കട്ട മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്, ഈ സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരച്ച് വെച്ച മിക്സ് നമ്മൾ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഇതേപോലെ മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ ചിക്കൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കിയാൽ ഒന്നും കൂടി ബെറ്റർ ആട്ടോ. അതിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത മന്തി ആയതുകൊണ്ട് എനിക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 മണിക്കൂറൊക്കെ എന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കായം പുരട്ടി മാറ്റി വെച്ച ചിക്കന് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 3/4 ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണം ആയിട്ടാട്ടോ ചിക്കൻ കിട്ടിയിട്ടുള്ളത്. ഞാനിത് മന്തിക്ക് വേണ്ടിയിട്ട് മേടിച്ചതൊന്നുമല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വന്നപ്പോൾ അതിൻ്റെ പുറത്ത് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, എന്തായാലും മന്തി ഉണ്ടാക്കിയാലും ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്താട്ടോ. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലിയ പീസ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് ക്യാപ്സിക്കം, ഒരു പകുതി സവാള, ഒരു കഷ്ണം തക്കാളി, മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടി ആ എണ്ണയിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഈ വെജിറ്റബിൾസിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 കട്ട മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 2 പാക്കറ്റ് മാഗി ക്യൂബാട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ 2 കട്ട ഉണ്ടാവും, അങ്ങനെ 2 മാഗി ക്യൂബാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതിന് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാലയിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു അടുപ്പത്താണ് കേട്ടോ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 ഡ്രൈ ലെമൺ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ റൈസ് വേവിക്കണ എല്ലാവർക്കും അറിയാമല്ലോ, വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ റൈസ് ഒന്ന് ഒരു 3/4 ഭാഗം കുക്കാവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് 1.5 കിലോ റൈസ് വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എടുത്ത പാത്രത്തിൽ അത് മുഴുവനായിട്ട് വേവാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ റൈസ് വേറെ പാത്രത്തിലിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഒക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇടാതെ അതിൽ തന്നെ റൈസ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ചിക്കൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ പുകയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയും കൂടി ഇട്ടിട്ട് അങ്ങനെ ദമ്മിട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ എനിക്കൊന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത് റൈസ് വറ്റിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. ആ മസാലയിൽ റൈസ് വറ്റിച്ചെടുത്താൽ നമ്മൾ ഇളക്കിയെടുക്കണക്കാട്ടിയും ഒന്നും കൂടി ടേസ്റ്റാണ് ആ മസാലയിൽ കിടന്നിട്ട് റൈസ് വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് കണ്ടില്ലേ, റൈസ് ഇതിൻ്റെ അത്രക്ക് റൈസ് ഉണ്ട്, അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കുക്കാവില്ല. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലിട്ടിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഊറ്റിയിട്ട്. ഇനി നമുക്ക് നടുവിലായിട്ടൊരു കുഴി പോലെ ഇങ്ങനെ വെക്കണം, നമുക്കൊന്ന് പുകയിച്ചെടുക്കണം. ആ സ്മെല്ല്, ആ സ്മോക്കി ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ച മസാല കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണേ. പിന്നെ ഈ മന്തി ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചമുളക് ഇങ്ങനെ കുത്തി വെക്കുമല്ലോ, അത് എല്ലാവർക്കും നല്ല ഇഷ്ടമാട്ടോ മന്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ആ പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് കനലിട്ടിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കണം. അപ്പോൾ ഈ മൂടിമേൽ ഒരു ചെറിയൊരു ഹോളുണ്ട് കേട്ടോ, ആ ഹോളിൻ്റെ അകത്ത് ഞാൻ ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ പുക ഒന്നും എവിടേക്കും പോവാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രം തുറന്ന് ഇപ്പോൾ ഇതാ നമ്മുടെ മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, മയോണീസും ഒക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്, അപ്പോൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ.